ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു ഇറച്ചി കേക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇറച്ചിക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും മുളകും പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൽക്കൊരു 4 സവാള നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റി വരുമ്പോൾ കുറച്ച് വേപ്പിൻ്റെ ഇലയും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. അതും കൂടി നന്നായിട്ട് വഴറ്റി വരുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി മുളകും പൊടി ചിക്കൻ മസാല മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പൊടികളുടെ മസാല മണം പോണ വരെ വഴറ്റി കൊടുക്കട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ആ ചിക്കൻ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുത്ത് ആ ചിക്കനും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് മല്ലിനരി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതവിടെ മാറ്റി വെക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു 6 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. മിക്സിൻ്റെ ജാറിൽ പൊട്ടിച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അന്ന് അടിച്ചെടുത്ത മാവ് ഒന്നും കൂടി ബീറ്റ് ചെയ്യട്ടോ. ഒന്നും കൂടി ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് 1 കപ്പ് മൈദപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ ഈ ചിക്കൻ ഇതാക്കി വെച്ചിട്ടുണ്ടല്ലോ, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ചിക്കൻ വഴറ്റി വെച്ച ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കുക. പിന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഇതിലേക്ക് നമ്മൾ ആ കൂട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊരു 25 മിനിറ്റ് ചെറിയ തീയിൽ, ഏറ്റവും ചെറിയ തീയിൽ ഗ്യാസുമ്മ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ചിക്കൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.